എന്താണ്? ഇപ്പം ഞാൻ നിങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലെ. എൻ്റെ മനസ്സിലുള്ള ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്, നിങ്ങളെ മനസ്സിലുള്ള ഡൗട്ടുകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദാറ്റ്സ് എ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ നമുക്കറിയാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളിപ്പം വളരെ അടുത്ത് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്, നമുക്ക് മുഖത്തോട് നോക്കി നമുക്ക് സംസാരിക്കാം. പക്ഷെ നമ്മൾ കുറച്ച് അകലെയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഒരു പരിധിവരെ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ശബ്ദം കൂട്ടിയോ കുറച്ചോ കൊണ്ടുവന്ന് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. പക്ഷെ അതിന് മുകളിൽ നമുക്ക് സംസാരിക്കണമെങ്കിൽ നമുക്ക് പുതിയ ടെക്നോളജിയുടെ ആവശ്യം ഉണ്ട് അല്ലെ. അതിനാണ് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വേറെ പല കാര്യങ്ങളും നമ്മൾ ഇന്റർനെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാനുണ്ട്. സോ നമ്മൾ പഠിക്കുന്നത് ഇതിനെ പറ്റിയാണ്, ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് ഇലക്ട്രോണിക്സ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു ടോപ്പിക്. സോ ഇൻ ദിസ് മോഡ്യൂൾ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദിസ് different topics. That is, first one is evolution of communication system. So from telegraphy to latest 5G technology, how this trend has changed. What are the various band used for communication system? TV ആയാലും DTH ആയാലും ഫോൺ ആയാലും ഇനി പോലീസിൻ്റെ ഒക്കെ കയ്യിൽ യൂസ് ചെയ്യുന്ന വാക്കി ടോക്കി ആയാലും ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ബാൻഡ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നത്. Then we are going to learn about block diagram of super heterodyne receiver and then principle of antenna radiated from a accelerated charge. ഓക്കെ, ഈ ഒരു ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ AM-ഉം FM-ഉം ഡെറിവേഷൻ എക്സാമിന് ചോദിക്കുന്നതാണ്. മോസ്റ്റ് പ്രിഫറബിളി AM ആണ് ചോദിക്കുക. ദെൻ block diagram of super heterodyne receiver, that is also important. Principle of antenna also important. Then pakka into മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് ഹൗ നമ്മുടെ സെല്ലുലാർ ഫോൺ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും ഒരു GSM സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രം. ഈ ടോപ്പിക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളാണ് ഇത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇവല്യൂഷൻ, പിന്നീട് റേഡിയോ കമ്മ്യൂണിക്കേഷൻ, അതായത് AM, FM, അതിൻ്റെ റിസീവർ, ആൻറ്റിന, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുക. ലാസ്റ്റ് മൊബൈൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ചെറിയൊരു മോഡ്യൂളാണ്, നിങ്ങൾക്ക് ടോട്ടൽ അവർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇറ്റ് ഈസ് എന്താ പറയുക, ടോട്ടൽ 7 hours ചെറിയൊരു മോഡ്യൂളാണ്. അപ്പോൾ ഓവറോൾ ഈ എന്താണ് മനസ്സിലായില്ലേ? ഈ മോഡ്യൂൾ എന്താണെന്ന് മനസ്സിലായോ ഓവറോൾ? കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അല്ലേ? നമ്മൾ ഇലക്ട്രോണിക്സുമായി പഠിച്ചതും അങ്ങനെയല്ല, ഇലക്ട്രിക്കലായി പഠിച്ചതല്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ പഠിക്കുന്നത്. Okay, so the history. First one is evolution of communication system. So the history, അതായത് ജസ്റ്റ് ഒരു ഹിസ്റ്ററി മാത്രമാണ്. എങ്ങനെയാണ് ടെലിഗ്രാഫി മുതൽ, ഫ്രം ടെലിഗ്രാഫി ടു 5G, ഹൗ ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. സോ ഇത് ഡീപ്പായി പോകാനൊക്കെ കുറേ ഡീപ്പായിട്ട് പോകാനുണ്ട്, പക്ഷെ നമ്മൾ അത്രയില്ല. നമ്മൾ ഓവറോൾ എങ്ങനെയാണ് ചേഞ്ച് ആയതെന്നുള്ളതാണ് നോക്കുന്നത്. സോ ദി ഫസ്റ്റ് ഈസ് സാമുവൽ FB മോർസ്, ആൻ അമേരിക്കൻ പെയിന്റർ ആൻഡ് ഇൻവെന്റർ who developed electronic telegraph. Okay, so in the year 1832 അല്ലേ, നിങ്ങൾ നോക്കുക, 1832 ഒരു ഇലക്ട്രിക് ടെലിഗ്രാഫ് ഉണ്ടാക്കി. ആരാണ്? സാമുവൽ FB മോർസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പെയിന്റർ ആൻഡ് ഇൻവെന്ററാണ്. ഓക്കെ, സോ ഇൻ 1832, after 6 years, he and his friend Alfred Vail developed Morse code. മോർസ് കോഡ് എന്ന് പറയുന്നത് ഒരു ആ മെസ്സേജ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കേട്ടിട്ടില്ല. ഹലോ, കട്ടായി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അതായത് 1832 സാമുവൽ FB മോർസ് എന്ന് പറയുന്ന അമേരിക്കൻ പെയിന്റർ ഓർ ഇൻവെന്റർ എന്തുണ്ട്, ഇലക്ട്രിക് ടെലിഗ്രാഫ് കണ്ടെത്തി. സോ അതായത് ഒരു കുറച്ച് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും ഡാറ്റ. ഇതേ സയന്റിസ്റ്റും അയാളുടെ ഫ്രണ്ടും ആൽഫ്രഡ് വെയിൽ ഇവർ ചേർന്നൊരു മോഴ്സ് കോഡും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. മോഴ്സ് കോഡ് എന്ന് പറയുന്നത്, ആ കോഡ് ഏതാണ്ട് ഞാനിപ്പോൾ അടിയിൽ വരച്ച പോലെ ഉണ്ടാവുക. അതായത് ഒരു ലൈനായിരിക്കും, അതിൽ
ഓരോ കോഡിനും ഓരോ ഡിഫറെൻറ്റ് ലെങ്താണ് ഉണ്ടാവുക. അപ്പോൾ ആ ലെങ്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാവും ആ കോഡ് എന്താണെന്ന്. നിങ്ങൾക്ക് നെറ്റിൽ ഫ്രീ ആയിട്ട് സെർച്ച് ചെയ്താൽ മതി, മോഴ്സ് കോഡ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തിരിയും. അപ്പോൾ ഓരോ ടെസ്റ്റിനും ഓരോ കോഡിനും ഓരോ ലെങ്താണ് ഉണ്ടാവുക. അപ്പോൾ അത് ഒരു പ്രത്യേകതരം കോഡായിരുന്നു അവർ ഡെവലപ്പ് ചെയ്ത കോഡ്. സോ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കോഡാണ് ഈ ടെലിഗ്രാഫ് വെച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്. അതായത് ഇത് വയേർഡ് ആണ്, വയർലെസ് അല്ല, വയേർഡ് ഇതാണ് ടെലിഗ്രാഫ്. മനസ്സിലായോ? അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് എനിക്കും നിങ്ങൾക്കും ഇപ്പം കാണാൻ പറ്റുന്നില്ല അല്ലേ, അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് ഇലക്ട്രോണിക് ടെക്നോളജി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും സുഖമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാലത്ത് എന്താണ്, രണ്ടുപേരും നേരിട്ടല്ലാതെ കൈമാറാൻ ഒരു മെത്തേഡും ഉണ്ടായിരുന്നില്ല. There was no other method. But they have invented a telegraph where they are able to transmit some data, wired data from I think അതൊരു 2.4 കിലോമീറ്റർ സംതിങ് ആ ഒരു റേഞ്ചിലാണ് അവർ യൂസ് ചെയ്തത്. അത് യൂസ് ചെയ്തിട്ട് അവർക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതായത് ഒരു സ്ഥലത്തു നിന്ന് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. അവർ സെൻഡ് ചെയ്തത് മോഴ്സ് കോഡാണ്. മോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഓരോ കോഡും ഓരോ ലെങ്ത് ഉള്ള ലൈനായിട്ടാണ് അവർ യൂസ് ചെയ്തത്. ഇത് നടക്കുന്നത് എപ്പോഴാന്നുള്ളത് ആർക്കാണ്? 1832 അല്ലെ, അത്ര പഴയ സമയത്താണ് നടന്നത്. 1932 അല്ല, 1832. 1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ, നിങ്ങൾക്കറിയാം അയാൾ എന്താണ് കണ്ടുപിടിച്ചതെന്ന് അല്ലെ? ടെലിഫോണ് കണ്ടെത്തി. അത് 1876. അതും വയേർഡ് ടെലിഫോണാണ്. നമ്മൾ പണ്ട് കണ്ട ലാൻഡ് ഫോൺ പോലത്തെ സാധാരണ അധികം ഫെസിലിറ്റി ഒന്നും ഇല്ലാതെ ജസ്റ്റ് സംസാരിക്കാൻ പറ്റുന്ന ടെലിഫോണാണ് അയാൾ കണ്ടുപിടിച്ചത്. നമ്മുടെ ലാൻഡ് ഫോണിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിനേക്കാളും മോശമായൊരു മെത്തേഡായിരുന്നു അന്ന് ഉണ്ടായത്. ഓക്കെ, ഇതായിരുന്നു സ്റ്റാർട്ടിങ്. ഓക്കെ, ദീസ് ആർ ഓൾ വയേർഡ്. ഓക്കെ, ഇത്രയും വയേർഡാണ്, വയറുള്ള ഇതായിരുന്നു. സോ ദർ ഇസ് ഓൾസോ സം ലിമിറ്റ്. സോ വയേർഡ് ആകുമ്പോൾ കുറേ കോസ്റ്റ് കൂടും. എന്താ പറയുക, അത്രയും ലൈന് കൊണ്ടുപോകണം. ചിലപ്പോൾ ഒരാളും മറ്റൊരാളും മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കാലത്ത്. ദെൻ ലേറ്റർ, ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഇവല്യൂഷൻ ഓഫ് വയർലെസ് ടെക്നോളജി കണ്ടെത്തുന്നത്. ഇന്ന് കാണുന്നത് പോലെ മൊബൈലിലും അല്ലെങ്കിൽ DTH അതുപോലെയുള്ള ഇതിൽ TV ചാനൽസും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലെ വയർലെസ് ടെക്നോളജി ഇവല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, എന്തായിരിക്കും ഈ വയർലെസ് ടെക്നോളജിയുടെ അഡ്വാൻറ്റേജ്? വയേർഡിനെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? നിങ്ങൾക്ക് തന്നെ പറയാം, നിങ്ങൾ തന്നെ ചിന്തിക്കുക, എന്തൊക്കെയാണ് വയർലെസ് വരുന്നത് കൊണ്ട് എന്തൊക്കെയാണ്? വയറിന്റെ കോസ്റ്റ് വേണ്ട. നല്ലൊരു പോയിന്റ് ആണ് അത്. വയറിന്റെ കോസ്റ്റ് വേണ്ട. ക്യാരി ചെയ്യാൻ, അത് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ കാണുന്ന ഈ ഫോണുകളെല്ലാം വയേർഡ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓരോരുത്തരെയും വീട്ടിലിപ്പോൾ ഒരാൾ, നമ്മളെ കയ്യിൽ തന്നെ ഇപ്പോൾ 2 ഫോണൊക്കെ ഉണ്ട് അല്ലേ? എത്രത്തോളം വയറുകളും മറ്റു കാര്യങ്ങളും ആവശ്യം വേണ്ടി വരും അല്ലേ? അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ട് വയേർഡിനുണ്ടായിരുന്നു. അത് കളയാം. അതിനാണ് വയേർഡിൽ നിന്ന് വയർലെസ്സിലേക്ക് ടെക്നോളജി മാറിയത്. ഓക്കെ, നമുക്കറിയാം അതിന് ശേഷം ഉണ്ടായിരുന്നത് ആഫ്റ്റർ ദിസ് വയർലെസ് ടെക്നോളജി ഇപ്പൊ ഏത് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്? 4G ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? മെജോറിറ്റി നമ്മൾ 4G അല്ലേ ഇപ്പൊ യൂസ് ചെയ്യുന്നത് അല്ലേ? നിങ്ങളെ കയ്യിൽ നോക്കിയാലും എനിക്കൊന്ന് BSNL ഒഴികെ ബാക്കി എല്ലാ നെറ്റ്വർക്ക് പ്രൊവൈഡറും 4G കൊടുക്കുന്നുണ്ട്. BSNL ഇപ്പം ഈ ലാസ്റ്റ് മന്ത് അങ്ങനെ എവിടെയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 4G. ഇനി അടുത്ത കൊല്ലമാണ് 5G വരിക എന്നുള്ളത് ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. വായിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഇന്ത്യയിൽ 5G വരുന്നത് അടുത്ത ഇയറിലായിരിക്കും എന്നുള്ളത് ഇന്നലത്തെ ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നു. BSNL 4G തുടങ്ങിയത് കഴിഞ്ഞ മന്തിലാണെന്ന് ഈ അടുത്ത് എവിടെയോ വായിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ നെറ്റ്വർക്ക് പ്രൊവൈഡറും 4G യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ അവർക്ക് 2Gയും 3Gയും നെറ്റ്വർക്കൊക്കെ ഉണ്ട്. സോ ഈ നമുക്കറിയാം ഈ G എന്ന് പറയുന്നത് എന്താണ്? 5G, 3G, 2G. അതിൽ G എന്താണ്? ജനറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിഫറൻസ് തിരിയാൻ, അതായത് ഈ വയർലെസ് ടെക്നോളജി ഉണ്ടായത് മുതൽ ഇന്ന് എത്തിയിരിക്കുന്ന ഇതുവരെയുള്ള ടെക്നോളജി, അത് ഓരോ ജനറേഷനായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്.
അല്ലെ? 0th ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത്ത് ജനറേഷൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ ഓരോ ജനറേഷനിലും മെയിനായിട്ട് എന്തൊക്കെ സംഭവിച്ചു, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലെ? നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് അല്ലേ നിങ്ങൾക്ക്? അല്ലെ? ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇതൊരു പഴയ ഫോണാണ്. ഒരേ സമയം ഈ ഒരു സംഭവം വെച്ച് സംസാരിക്കാനും കേൾക്കാനൊക്കെ പറ്റും. ഇത് നമ്മൾ സാധാരണ എന്താ പറയുക, പഴയ ഡയൽ ചെയ്യുന്ന ഈ സർക്കുലർ ഷേപ്പിൽ റിങ് ചെയ്ത് ഡയൽ ചെയ്യുന്ന ഫോണാണ്. ഇത് നമ്മൾ ഡിജിറ്റൽ ലാൻഡ് ഫോണാണ്. ഇത് ആദ്യകാലത്ത് വന്ന മൊബൈൽ ഫോൺ, പിന്നീട് വന്ന മൊബൈൽ ഫോൺ, അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 0th ജനറേഷൻ എന്ന് പറയുന്നത് 1940 സ്റ്റാർട്ട് ചെയ്തത്. വയർലെസ് ടെക്നോളജിയുടെ 0th ജനറേഷൻ. ആൻഡ് 1980, അതായത് 40 ഇയേഴ്സിന് ശേഷമാണ് ഫസ്റ്റ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 1990, 10 ഇയേഴ്സിന് ശേഷമാണ് 2G. പിന്നീട് 2003 3G സ്റ്റാർട്ട് ചെയ്തത്. 2009 4G സ്റ്റാർട്ട് ചെയ്തത്. 2020 5G സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് ഓരോ ജനറേഷനും സ്റ്റാർട്ട് ചെയ്ത ടൈം. നമുക്ക് നോക്കാം, നമുക്ക് ഇത്ര ഡീപ്പായിട്ട് പോകണ്ട, നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, 0th ജനറേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്കോണി, ആൻ ഇറ്റാലിയൻ ഇൻവെന്റർ, ട്രാൻസ്മിറ്റഡ് മോഴ്സ് കോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ മോഴ്സ് കോഡ് സിഗ്നൽ, യൂസിങ് റേഡിയോ വേവ് വയർലെസ്ലി ടു എ ഡിസ്റ്റൻസ് 3.2 കിലോമീറ്റർ ഇൻ 1895. അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടെലിഫോൺ കണ്ടുപിടിച്ചത് ഏത് വർഷമായിരുന്നു? ടെലിഫോൺ കണ്ടുപിടിച്ചത് 1876 അല്ലേ? മോഴ്സ് കോഡ് കണ്ടുപിടിച്ചത് 1838. അപ്പോൾ ഇവര് ആദ്യമായിട്ട് വയർലെസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 1895. സോ അതിന്റെ ഡിസ്റ്റൻസ് മാക്സിമം 3.2 കിലോമീറ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, സോ ഹിസ്റ്ററി ഓഫ് വയർലെസ് ടെക്നോളജി സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. ദാറ്റ് ഈസ് മാർക്കോണി transmitted Morse code using radio waves to a distance in 1895. Okay, so then scientists and engineers started working on RF wave, that is radio frequency waves, and then the technology became most popular in the mid of 19th century. Then first mobile phone, അതാണ് ആദ്യത്തെ ട്രാൻസ്മിറ്റ് ചെയ്തത്. ഓക്കെ, അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ഡിവൈസ് ആവണമെന്നൊന്നുമില്ല. ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തു, വേറൊരു സ്ഥലത്ത് അതിൻ്റെ ട്രാൻസ്മിറ്റർ പ്ലേസ് ചെയ്തു, വേറൊരു സ്ഥലത്ത് അതിൻ്റെ റിസീവർ പ്ലേസ് ചെയ്തു, ഇവിടുന്ന് വയർലെസ് ആയിട്ട് അവിടത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. അല്ലാതെ ഇത് എടുത്തു കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ചെയ്തു, അങ്ങനെയാണ്. അതായത് 1895 ശേഷം 1970, ഏതാണ്ട് എത്രത്തോളം കൊല്ലം, 100 കൊല്ലത്തിനടുത്ത്, അല്ല 80 കൊല്ലത്തിനടുത്ത്, മാർട്ടിൻ കൂപ്പർ, ആൻഡ് എഞ്ചിനീയർ അറ്റ് മോട്ടറോള എന്ന് പറയുന്ന മൊബൈൽ കമ്പനി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ആ മോട്ടറോളയിൽ വർക്ക് ചെയ്യുന്ന മാർട്ടിൻ കൂപ്പർ എന്ന് പറയുന്ന ഒരാള് ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് കണ്ടുപിടിച്ചു, കേപ്പബിൾ ഓഫ് ടു-വേ കമ്മ്യൂണിക്കേഷൻ വയർലെസ്ലി, ഇൻവെന്റഡ് ദ ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോൺ. അപ്പം അയാൾ കണ്ടുപിടിച്ചതായിരുന്നു ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് 1970. അപ്പോൾ ടു-വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും, അയാൾക്ക് തന്നെ റിസീവ് ചെയ്യാനും പറ്റും. പണ്ട് കണ്ടുപിടിച്ചത് അങ്ങനെ ഇരിക്കില്ല, ഒരു സ്ഥലത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, മറ്റു സ്ഥലത്ത് റിസീവ് ചെയ്യുന്നു. അതാണ് ആദ്യത്തെ എന്താ പറയുക വയർലെസ് ട്രാൻസ്മിഷൻ, അതായത് 3.2 കിലോമീറ്റർ ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത ആദ്യത്തെ ഡിവൈസ്. അപ്പം ഇയാൾ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ്, കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് കണ്ടുപിടിച്ചു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. എനിക്ക് കേൾക്കാനും പറ്റും, എനിക്ക് സംസാരിക്കാനും പറ്റും. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ജനറേഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഇതാണ് 0th ജനറേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്, അതായത് മോഴ്സ് കോഡ് വയർലെസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ജനറേഷൻ. അത് സ്റ്റാർട്ടിങ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ. ഓക്കെ, ഇനീഷ്യലി അത് യൂസ് ചെയ്തിരിക്കുന്ന കാറിലൊക്കെയാണ്. 1974 ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് എന്താ പറയുക ടെസ്റ്റ് ചെയ്തത്. അത്രയൊന്നും നമ്മൾ പോകുന്നില്ല. ഓക്കെ, ഇതിന് ശേഷം ആ ഒരു കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻസ് തുടങ്ങുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോൺ വാസ് ഡിപ്ലോയ്ഡ് ഇൻ ജപ്പാൻ ബൈ നിപ്പോൺ ടെലിഫോൺ ആൻഡ് ടെലിഗ്രാഫ് കമ്പനി ഇൻ ടോക്കിയോ 1979. 1970s ഇവരിത് ഉണ്ടാക്കി
74 അയാൾ ടെസ്റ്റ് ചെയ്തു. 1979 ഫസ്റ്റ് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന നമ്മൾ എന്താ പറയുക ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇൻ 1980s അത് എവിടെയൊക്കെ US, ഫിൻലാൻഡ്, UK, യൂറോപ്പ് ഇവിടെയൊക്കെ അത് പോപ്പുലറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. നമ്മളൊന്നും അന്ന് ജനിച്ചിട്ടുമില്ല, നമ്മളൊന്നും കണ്ടിട്ടുമില്ല. US, ഫിൻലാൻഡ്, UK ഒക്കെ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇയർ ഓർമ്മയില്ലെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? ആദ്യം മോർസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചു, അല്ലെ? വയേർഡായിട്ട് സാമുവൽ FP മോർസ്, അല്ലെ? ടെലിഗ്രാഫ് കണ്ടുപിടിച്ചു. പിന്നീട് അയാൾ തന്നെയാണ് മോർസ് കോഡ് കണ്ടുപിടിച്ചത്. പിന്നീട് ഗ്രഹാം ബെല്ല് ലാൻഡ് ഫോൺ കണ്ടുപിടിച്ചു. അതിനുശേഷം എന്താണ് നടക്കുന്നത്? വയർലെസ് ടെക്നോളജി തുടങ്ങി. വയർലെസ് ടെക്നോളജി എന്ന് പറയുന്നത് വേറൊരു സയന്റിസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ മോർസ് കോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അല്ലെ? മാർക്കോണി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് മോർസ് കോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കണ്ടുപിടിച്ചു അങ്ങനൊരു ഡിവൈസ്. അതിനുശേഷം മോട്ടോറോളയിൽ വർക്ക് ചെയ്യുന്ന മാർട്ടിൻ കൂപ്പർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഒരു ഹാൻഡ് ഹെൽഡ് ഫോണ് കണ്ടുപിടിച്ചു. ഇതിന് ശേഷമാണ് ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്നത്. അതായത് നിപ്പോൺ ടെലിഫോൺ ആൻഡ് ടെലിഗ്രാഫ് കമ്പനി എന്ന് പറയുന്ന NTT, നിപ്പോൺ ടെലിഫോൺ ആൻഡ് ടെലിഗ്രാഫ് എന്ന് പറയുന്ന ഒരു കമ്പനി ഫസ്റ്റ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു. ലേറ്റർ ഒരു ഇയറിന് ശേഷം, ആഫ്റ്റർ ഫസ്റ്റ് ഇയർ, that device is popularly used in US, Finland, UK and Europe. ഇത് യൂസ് ചെയ്ത ടെക്നോളജിയുടെ പേര് ഇതൊക്കെയാണ്. ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത ടെക്നോളജിയുടെ പേര് ഇതൊക്കെയാണ്: അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ സിസ്റ്റം AMPS, നോർഡിക് മൊബൈൽ ഫോൺ സിസ്റ്റം NMTS, then ടോട്ടൽ DACS, ആക്സസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ETACS. ഇതൊക്കെ ഓരോ ടെക്നോളജിയുടെ പേരാണ്, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു. ഈ ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോൺ യൂസിങ് ദ ഫ്രീക്വൻസി ഫ്രം 800 MHz to 900 MHz. ഈ ഒരു ഫ്രീക്വൻസിയിലാണ് അത് വർക്ക് ചെയ്യുക. പിന്നീട് അനലോഗ് സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഫ്രീക്വൻസി മോഡുലേഷൻ, നമ്മളിപ്പോൾ കണ്ണൂർ FM ഒക്കെ കേൾക്കുന്നില്ലേ, അല്ലെ? റേഡിയോ മാംഗോ, റേഡിയോ ക്ലബ് FM, പിന്നെ എന്തൊക്കെയായിരുന്നു കണ്ണൂരിൻ്റെ ഗവൺമെൻറ് സ്റ്റേഷൻ, ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി മോഡുലേഷൻ ടെക്നിക്കാണ് അവർ യൂസ് ചെയ്തത് മൊബൈൽ ഫോണിൽ. ഓക്കെ, ഈ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് വോയിസ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് SMS നെറ്റോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൺലി എന്താ പറയുക, വോയിസ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു കാര്യമുള്ളൂ, വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യാം, FM വെച്ചിട്ടാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? വേറൊരു ഡിസഡ്വാൻറ്റേജ്, വലിയൊരു ഡിസഡ്വാൻറ്റേജ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാനിപ്പോൾ ഇന്നൊരു റേഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് റേഡിയോ മാംഗോ ട്യൂൺ ചെയ്യാൻ പറ്റില്ലേ? റേഡിയോ വാങ്ങുമ്പോൾ റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോ ട്യൂൺ ചെയ്യാൻ പറ്റും, ക്ലബ് FM ട്യൂൺ ചെയ്യാൻ പറ്റും, വേറെ ഏതൊക്കെ FM ഉണ്ടോ അതൊക്കെ ട്യൂൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരാൾക്ക് ഈ സാധനം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരാളായിട്ട് സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ പറ്റും, ടാപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ഇതായി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്യുവർ വോയിസ് ക്വാളിറ്റി ഡ്യൂ ടു ഇൻ്റർഫറൻസ്. നമ്മൾ എന്താ പറയുക, FM കാണുന്ന പോലെയുള്ള വോയിസ് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടാവും. പുവർ ബാറ്ററി ലൈഫ്, സൈസ് ഓഫ് ദ മൊബൈൽ ഫോൺ വെയർ ലാർജ്, കൊണ്ട് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നില്ല. ലെസ് സെക്യൂരിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൾ കുഡ് ബി ഡീകോഡഡ് യൂസിങ് ആൻ FM ഡിമോഡുലേറ്റർ. അതായത് ഇപ്പോഴത്തെ FM റേഡിയോ വാങ്ങി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ സംസാരിക്കുന്നുള്ളതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ ഡിവൈസ് ഒരു റേഡിയോ വാങ്ങിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ സ്റ്റേഷൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും വേറൊരാളും തമ്മിൽ സംസാരിക്കുന്നത് ആ റേഡിയോ വഴി നമുക്ക് കേൾക്കാൻ പറ്റും. ആൻഡ് ലിമിറ്റഡ് നമ്പർ ഓഫ് യൂസേഴ്സ് ആൻഡ് സെൽ കവറേജ്, റേഞ്ചൊക്കെ വളരെ കുറവായിരുന്നു. റോമിങ്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ആ FM റേഞ്ചിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകുന്നുള്ളൂ.
ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം ഞാൻ പറയാം. ഫ്രീക്വൻസി റേഞ്ച് നോട്ട് ചെയ്ത് വെച്ചോ, ടെക്നോളജി അനലോഗ് സ്വിച്ചിങ് ആണെന്ന് വെച്ചോ, മോഡുലേഷൻ FM എന്നാണെന്നുള്ളത് വെച്ചോ, മോഡ്സ് ഓഫ് സർവീസ് വോയിസ്, ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കുക. കഴിഞ്ഞ കഴിഞ്ഞു. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രമല്ല, ഇത് പുവർ ക്വാളിറ്റി അത്ര എഴുതിയാൽ മതി. പുവർ വോയിസ് ക്വാളിറ്റി, പുവർ ബാറ്ററി ലൈഫ്, ലാർജ് സൈസ്ഡ് മൊബൈൽ ഫോൺ, ലെസ് സെക്യൂരിറ്റി, അത്ര തൽക്കാലം 4 പോയിന്റ് എഴുതി. അപ്പം ബേസിക്കലി നിങ്ങൾ ഇത്രയാണ് ആലോചിക്കേണ്ടത്. ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോണിൽ FM മോഡുലേഷൻ ടെക്നിക്കാണ് ഉപയോഗിച്ചത്. വോയിസ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സെക്യൂരിറ്റി കുറവായിരുന്നു, കവറേജ് കുറവായിരുന്നു, റോമിംഗ് ഇല്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം സെക്കൻഡ് ജനറേഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇവിടെയാണ് നമുക്ക് GSM എന്ന് പറയുന്ന വാക്ക്, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് വന്നത്. ഇത് നിങ്ങൾ ഫെമിലറൈസ്ഡ് ആയിരിക്കും കുറച്ചും കൂടെ. ആൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ വന്നു. അതായത് കോൾ മാത്രമല്ല, വോയിസ് മാത്രമല്ല, ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു. പക്ഷേ ആ ഡാറ്റൻ്റെ സ്പീഡ് നോക്ക്, 14.4 to 64 kbps അല്ലേ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് 5 Mbps 3 Mbps സ്പീഡിലൊക്കെ ഉള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ആ ഒരു സമയത്തുള്ള ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് 14.4 to 64 kbps, കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ്. അങ്ങനെയാണ് അല്ലേ. കിലോ ബിറ്റ്സ് എന്ന് പറയുന്നത് 1024 ബിറ്റ് ഇതാണെന്നറിയാം. 1024 ബൈറ്റ്സ് ആണെന്നറിയാം. അത്രയും കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് ആണ് അവരെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അത് എന്തിനൊക്കെ സഫീഷ്യൻ്റ് ആണ്? ഒരു ഇമെയിൽ അയക്കാനും SMS അയക്കാനും ഒക്കെ സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യകാലത്ത് യൂസ് ചെയ്ത ഫോൺ അല്ലേ. നമ്മളൊക്കെ ഇതൊക്കെ വരുമ്പോൾ എല്ലാ രാജ്യത്തിലേക്കും ആയി സെക്കൻഡ് ജനറേഷൻ വരുമ്പോൾ അല്ലേ. GSM ടെക്നോളജിയാണ് യൂസ് ചെയ്തത്. ഡാറ്റ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ഡാറ്റ സ്പീഡ് വാസ് 14.4 to 64 kilobits per second. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡാറ്റ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യാനൊന്നും സഫീഷ്യൻ്റ് അല്ല, ബട്ട് വി വെർ ഏബിൾ ടു സെൻഡ് SMS ആൻഡ് ഇമെയിൽസ്. എലോങ് വിത്ത് ദാറ്റ്, ആ ഒരു ടെക്നോളജി ഉള്ള സമയത്ത് തന്നെ ഇൻസ്റ്റെഡ് ഓഫ് GSM പുതിയൊരു ടെക്നോളജി വന്നു, കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് അല്ലെങ്കിൽ CDMA. ഓക്കെ,
സോ ഇറ്റ് ഈസ് അനദർ ടെക്നോളജി. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ GSM-നേക്കാളും കുറച്ചും കൂടെ യൂസേഴ്സിനും ഇന്റർനെറ്റ് സ്പീഡും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ CDMA എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല സാറേ അത് ഫോണിന്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ, മറ്റേ സെറ്റിങ്സിൽ ഫോണിന്റെ ഉള്ളില് സെറ്റിങ്സ് എടുത്താൽ ഉണ്ടാവില്ല ഈ സാധനം? ഇല്ലല്ല, അത് WCDMA അല്ലേ? അല്ലെ, അത് 3Gന്റെ പേര് വരുന്നതാണ്. നമ്മൾ പണ്ട് നോക്കിക്കഴിഞ്ഞാൽ റിലയൻസിന് 2 കണക്ഷൻ ഉണ്ടായിരുന്നു, CDMA ഫോണും GSM ഫോണും ഉണ്ട്. GSM ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ CDMAന്റെ സിം ഇട്ടാൽ വർക്ക് ചെയ്യില്ല, അതിൽ CDMAന്റെ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ GSMന്റെ ഇത് വർക്ക് ചെയ്യില്ല. അത് രണ്ടും വേറെ വേറെ ടെക്നോളജിയാണ്. അപ്പോൾ അത് വേറൊരു ടെക്നോളജി. GSM ആണ് കോമൺ ആയിട്ട് പോപ്പുലർ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്തത്. പാരലായിട്ട് എനിക്ക് തോന്നുന്നു റിലയൻസിനും 1-2 കമ്പനി, ചെറിയ 1-2 കമ്പനിക്കും ഈ CDMA ടെക്നോളജി വെച്ചിട്ടാണ് അവർ യൂസ് ചെയ്തത്. എന്താണ്, ഇന്റർനെറ്റിന് കുറച്ചും കൂടെ സ്പീഡ് ഉണ്ട്, കുറച്ചും കൂടെ നമ്പർ ഓഫ് യൂസേഴ്സിനെ കൂടെ കൊണ്ടുവരാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. ഓക്കെ, കീ ഫീച്ചേഴ്സ് ഓഫ് 2G സിസ്റ്റം എന്ന് പറയുമ്പോൾ ആദ്യത്തേതിൽ അനലോഗ് സ്വിച്ചിങ് ആയിരുന്നു, ഇപ്പം ഡിജിറ്റൽ സിസ്റ്റമായി. SMS പോസിബിളായി, റോമിങ് പോസിബിളായി. പക്ഷെ റോമിങ്ങിനൊക്കെ പൈസ കൂടുതലായിരുന്നു നമുക്കറിയാം. എൻഹാൻസ്ഡ് സെക്യൂരിറ്റി, FM പോലെ ടാപ്പ് ചെയ്തെടുക്കലല്ല, കുറച്ചും കൂടെ സെക്യൂരിറ്റി കൂടി. വോയിസ് ട്രാൻസ്മിഷൻ അതുപോലെ തന്നെ എൻക്രിപ്റ്റഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കോഡഡ് ആണ്, വേറൊരാൾക്ക് എടുത്താൽ കേൾക്കാൻ പറ്റില്ല. ഇന്റർനെറ്റ് കിട്ടി, ഫസ്റ്റ് ഇന്റർനെറ്റ് അറ്റ് ലോവർ ഡാറ്റ റേറ്റ്. ഇത്തരം ഫീച്ചേഴ്സാണ് എന്താ പറയുക 2G സിസ്റ്റം വരുമ്പോൾ വന്നത്. ഓക്കെ, ഞാൻ ഇത് നോട്ട് ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് PPT അങ്ങനെ അപ്ലോഡ് ചെയ്ത് തരാം, അപ്പോൾ ആ സമയത്ത് നോക്കിയാൽ മതി. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോഴും ഡാറ്റ റേറ്റ് വളരെ കുറവാണ്. റോമിംഗ് ഒക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക കൂടുതൽ റേഞ്ചും മറ്റ് നെറ്റ്വർക്കൊക്കെ കിട്ടൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. ഫീച്ചേഴ്സ് കുറവ്, ഇതൊക്കെ അന്നത്തെ കാലത്ത് വലിയ ഫെസിലിറ്റിയാണ്. 2G എന്നൊക്കെ പറയുന്നത് ഫോൺ വിളിക്കാൻ പറ്റുന്നൊക്കെ ഉള്ളത് വലിയ ഫെസിലിറ്റിയാണ്. പക്ഷേ ഇന്നത്തെ ടൈം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുണ്ടായിരുന്നു. ശേഷം വന്ന 5 ജനറേഷൻ 7.5 ജനറേഷൻ. ഓക്കെ, ആദ്യം 0th ജനറേഷൻ വന്നു, അതിൽ ജസ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഫസ്റ്റ് മൊബൈൽ ഡിവൈസും കണ്ടുപിടിച്ചു, അതായത് മാർട്ടിൻ കൂപ്പർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഫസ്റ്റ് മൊബൈൽ എന്താ പറയുക NTT നിപ്പോൺ ടെലിഫോൺ ആൻഡ് ടെലിഗ്രാഫ് എന്ന് പറയുന്ന കമ്പനിയിൽ ആൾക്കാർ ഫസ്റ്റ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു. അതിനുശേഷം അതിൽ വോയിസ് FM അങ്ങനെ ആ ഒരു രീതിയിലാണ് അനലോഗ് സ്വിച്ചിങ് ഒക്കെയാണ് യൂസ് ചെയ്തത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ 2G വന്നു, ഡാറ്റ റേറ്റ് വന്നു. ഇപ്പം SMS അയക്കാം, ഇമെയിൽ അയക്കാം. അതിൻ്റെ GSM ടെക്നോളജിയാണ് യൂസ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ CDMA എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടെ വന്നു. അതിനുശേഷം വന്നതാണ് 2.5 ജനറേഷൻ ആൻഡ് 2.75. അതായത് കംപ്ലീറ്റ് GSM ഒന്നും മാറിയിട്ടില്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ GSM ടെക്നോളജി. ഇതിൻ്റെ കൂടെ ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് അല്ലെങ്കിൽ GPRS ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഡാറ്റ റേറ്റ് 64 kbps ഒന്ന് ഇപ്പം എത്രയായി 171 kbps ആയി. 64 kbps ഉണ്ടായ സമയത്ത് 171 kbps ആയി, ഡാറ്റ റേറ്റ് കൂടി. പുതിയൊരു ടെക്നോളജി വന്ന് എഡ്ജ് ടെക്നോളജി, എൻഹാൻസ്ഡ് ഡാറ്റ GSM ഇവല്യൂഷൻ. ഇതും കൂടെ വന്നപ്പോൾ kbps കൂടി, 473 kbps ആയി നെറ്റിൻ്റെ സ്പീഡ്. അപ്പം CDMA ഇപ്പം ഇത് 2 GSM-ലാണ് വന്നത്. ടെക്നോളജി വന്നത് CDMA 2000, അതിൽ ഡാറ്റ റേറ്റ് വരുമ്പോൾ 384 kbps ഡാറ്റ റേറ്റ് അവിടെയും വന്നു അല്ലേ. അപ്പം നമ്മൾ 2G-നെ പറ്റി ഇപ്പം പറയും. 2G-ൽ GSM-ഉം CDMA-യും ഉണ്ടായിരുന്നു. CDMA ആയിരുന്നു കുറച്ചും കൂടി അഡ്വാൻറ്റേജ്, കാരണം നെറ്റിനൊക്കെ സ്പീഡ് കൂടുതലാണ്, കൂടുതൽ യൂസേഴ്സിനെ കൊണ്ടുവന്നാൻ പറ്റി. പക്ഷേ 2.5 ജനറേഷൻ എത്തുമ്പോൾ GSM ടെക്നോളജി കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയി. 171 kbps പിന്നീട് 473 kbps എത്തി. CDMA 2000 എന്ന് പറയുന്ന പുതിയൊരു ടെക്നോളജി കണ്ടുപിടിച്ചു, 384 kbps ആയി ഡാറ്റ റേറ്റ്. ഇതൊക്കെ മാക്സിമം ആണ്, ഇത്ര തന്നെ കിട്ടണമെന്നില്ല അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അതിനുശേഷമാണ് 3G എന്ന് പറയുന്ന ടെക്നോളജി വന്നത്, ഇപ്പം നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി UMTS എന്ന് പറയുന്നതാണ്, യൂണിവേഴ്സൽ മൊബൈൽ ടെറസ്ട്രിയൽ ബാർ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതിൽ വീഡിയോ കോൾ വരെയുള്ള ഓപ്ഷൻ വന്നു. എലോങ് വിത്ത് വീഡിയോ കോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു, സ്മാർട്ട് ഫോൺ ഡെവലപ്പ് ചെയ്തു,
അതിൻ്റെ അകത്ത് മൾട്ടിമീഡിയ, ചാറ്റ്, ഇമെയിൽ, വീഡിയോ കോളിംഗ്, ഗെയിംസ്, സോഷ്യൽ മീഡിയ, ഹെൽത്ത് കെയർ, എല്ലാ കാര്യങ്ങളും ഈ 3Gയിലേക്ക് വന്നു. ഓക്കെ, 3Gൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഹയർ ഡാറ്റ റേറ്റ്, വീഡിയോ കോളിംഗ്, enhanced security, more number of users and coverage, multimedia message, location tracking and map, better web browsing, TV streaming, ഇതൊക്കെ 3G ആകുമ്പോഴേക്ക് വന്നു. ഓക്കെ, ഇതൊക്കെ ഇപ്പം TV സ്ട്രീമിംഗ് ആയാലും ബെറ്റർ വെബ് ബ്രൗസിംഗ് ആയാലും ലൊക്കേഷൻ ട്രാക്കിംഗ് ഒക്കെ ആയാലും ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് കൊണ്ടുണ്ടായതാണ്. എന്തുകൊണ്ടുള്ള? ഹയർ ഡാറ്റ റേറ്റ് ഉള്ളത് കൊണ്ട് ഉണ്ടായതാണ്. ഓക്കെ, അപ്പൊ 3Gന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? നിങ്ങൾ തന്നെ പറ. 3Gയിൽ നിങ്ങൾ യൂസ് ചെയ്തതാണ് 3G. 3Gയിൽ കോള് വന്നു കഴിഞ്ഞാൽ നെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് നമുക്ക്? ആരും 3G യൂസ് ചെയ്തിട്ടില്ല, എല്ലാവരും 4G തന്നെയാണ്. സാധാരണ രണ്ടും ഒരേപോലെ തന്നെയല്ല, കോൾ വന്നിട്ട് നെറ്റ് കിട്ടില്ലല്ലോ. 4Gയിൽ കിട്ടുന്നില്ല. അന്നേരം H+ ആയിട്ട് 4Gയിൽ കിട്ടുന്നുണ്ട്. 4Gയിൽ വോയിസും നെറ്റും ഒരുമിച്ച് കിട്ടുന്നുണ്ട്. H+ എന്ന് പറയുന്നത് 3G ആണ്. അതാണ് നമ്മൾ നോക്കാൻ H+ലേക്ക് മാറുന്നു. അപ്പോൾ ഇതേപോലെ 3G ഇംപ്രൂവ് ആയി. ഓക്കെ, 3Gയിൽ നമ്മൾ മൊബൈലിന്റെ സൈഡിൽ 3G എന്നാണ് എഴുതിയിട്ടുണ്ടാവും 3G നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ. അത് കുറച്ച് കഴിയുമ്പോൾ 3.5G ആൻഡ് 3.75G സിസ്റ്റം ആയി. ഇതിലാണ് നമ്മൾ H+ ഒക്കെ വരുന്നത്. H+, അതായത് ഇതാണ് ഹൈ സ്പീഡ് ഡൗൺലിങ്ക് പാക്കറ്റ് ആക്സസ് ആൻഡ് ഹൈ സ്പീഡ് അപ്ലിങ്ക് പാക്കറ്റ്. ഇതാണ് 3.5Gയിൽ 2 Mbps. ഇതിന്റെ വേറൊരു ടെക്നോളജിയാണ് LTE, ലോങ് ടേം ഇവല്യൂഷൻ എന്ന് പറയുന്നത് വന്നത്. ഓക്കെ, അത് 3.9G ആണ് കേട്ടോ. 4Gക്ക് കാരണമായിട്ടുള്ള 3.9G എന്ന് പറയുന്ന LTE, ലോങ് ടേം ഇവല്യൂഷൻ എന്ന് പറയുന്ന ടെക്നോളജി വന്നത്. അപ്പോൾ 3.75 എന്ന് പറയുന്നത് HSPA+. ഇതാണ് നിങ്ങൾ H+ എന്ന് പറയുന്നത് നിങ്ങളെ നെറ്റ്വർക്കിൽ കാണുന്നത്. H+, മൊബൈലിൽ കാണിക്കുന്ന H+. അപ്പം നിങ്ങൾക്ക് അത്രയും സ്പീഡ്, അതായത് 2 Mbps സ്പീഡ് നിങ്ങൾക്ക് കിട്ടണം എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം 3Gന്റെ എൻഡിൽ കണ്ടുപിടിച്ചതാണ് LTE, ലോങ് ടേം ഇവല്യൂഷൻ എന്ന് പറയുന്ന 3.9G സിസ്റ്റം. അപ്പോൾ 3Gന്റെ കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി സ്പെക്ട്രം ലൈസൻസിനൊക്കെ പൈസയുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ കറപ്ഷനൊക്കെ ഉണ്ടായത് ആ സമയത്തായിരുന്നു. ഈ 3G ലേലത്തിൻ്റെ സമയത്താണ് കുറേ കറപ്ഷനും ഇഷ്യൂസൊക്കെ ഉണ്ടായത്. ഇതിൻ്റെ എക്യുപ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷനൊക്കെ കുറേ പൈസയുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ബാൻഡ് വിഡ്ത്ത് കൂടുതൽ വേണം, കോസ്റ്റ്ലി മൊബൈൽ ഡിവൈസായി. പക്ഷെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റില്ല. 3G എന്ന് പറയുന്നത് കോമ്പാക്റ്റബിൾ വിത്ത് 2G ആണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ശരിക്കും അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇപ്പോൾ 3G റേഞ്ച് ഇല്ലാത്ത ആൾക്ക് ഈ 3G മൊബൈലും എടുത്ത് പോയി കഴിഞ്ഞാൽ 2G റേഞ്ച് ആയാലും അയാൾക്ക് കോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ 2Gയിൽ നെറ്റ്വർക്കുള്ള ഒരാൾക്ക് 3Gയിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ യൂസ് ഒന്നുമില്ല, റേഞ്ച് കിട്ടില്ല. അപ്പം ഇതിന് ശേഷം വന്നതാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന 4th ജനറേഷൻ എന്ന് പറയുന്നത്, അതായത് LTE. അതാണ് ഈ ടെക്നോളജിക്ക് കാരണമായത്. കുറച്ചും കൂടെ എൻഹാൻസ്ഡ് വേർഷൻ ഓഫ് LTE ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് മച്ച് ഹയർ ഡാറ്റ റേറ്റ് അപ് ടു 1, എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ആൻഡ് മൊബിലിറ്റി, വോയിസ് ഓവർ LTE നെറ്റ്വർക്ക് അല്ലെങ്കിൽ VoLTE എന്ന് പറയുന്ന ടെക്നോളജി ഇവിടെ വരുന്നതാണ്. അതായത് ഒരേ സമയം നമുക്ക് കോളും ചെയ്യാം, നെറ്റും യൂസ് ചെയ്യാം, അല്ലേ. ഹൈ ഡെഫിനിഷൻ വീഡിയോ സ്ട്രീമിംഗ് ആൻഡ് ഗെയിമിംഗ് ഒക്കെ പോസിബിൾ ആയത് ഈ ഒരു 4Gയുടെ വരവോട് കൂടിയാണ്. ഓക്കെ, ഇതിലും കോസ്റ്റ്ലി സ്പെക്ട്രം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നതാണ് 5G. അവിടെ എന്താ ഡാറ്റ റേറ്റ് ഏറ്റവും കൂടും, വളരെ കൂടും. എന്താ പറയുക, അൾട്രാ ഫാസ്റ്റ് ഇൻ്റർനെറ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഈ കൊല്ലം വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്ത കൊല്ലമായിരിക്കും അതിൻ്റെ എന്താ പറയുക എൻട്രി ഉണ്ടാവുക.
ഓക്കെ. അപ്പം ഇതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇന്റർനെറ്റ് ഓഫ് തിങ്കിങ് തിങ്സ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതും ഇന്റർനെറ്റിലൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എനിക്കിപ്പം വീട്ടിലിരുന്നിട്ട് എൻ്റെ വീട്ടിലൊരു ബൾബ് ഓൺ ആക്കണം. ഞാനിപ്പോൾ ഓഫീസിലാണുള്ളത്. എനിക്ക് വീട്ടിലിരുന്നൊരു ബൾബ് ഓൺ ആക്കണമെങ്കിൽ എനിക്കൊരു പർട്ടിക്കുലർ സൈറ്റിൽ ലോഗിൻ ചെയ്ത് അവിടെ നിന്ന് ബൾബ് ഓൺ എന്ന് പറയുന്ന കമാൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി വീട്ടിലിരുന്ന് അവിടെ എന്താവും, ബൾബ് ഓൺ ആവും. അല്ലെങ്കിൽ എനിക്ക് വീട്ടിലിരുന്നിട്ട് അവിടുത്തെ CCTV കാണണം, ആരെങ്കിലും വരുന്നുണ്ടോ. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും, ആ CCTV വിഷ്വൽ എനിക്ക് വേറൊരു ഓഫീസിലിരുന്ന് ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ കാണാൻ പറ്റും. അതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. ഒരു ഇൻഡസ്ട്രിയിലിരുന്ന് അവിടുത്തെ, ഇപ്പം ഞാനൊരു ഇൻഡസ്ട്രിയുടെ ഓണർ ആണെങ്കിൽ അവിടുത്തെ സ്റ്റാറ്റസ് ഒക്കെ, അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ കാര്യങ്ങൾ ഒരു ഇൻ്റർനെറ്റ്, ഒരു കമ്പ്യൂട്ടർ ഇരുന്ന് വേറെ എവിടെയെങ്കിലും ഇരുന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എനിക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റാണ്. അപ്പം കൂടുതൽ കേപ്പബിലിറ്റിയുള്ള ഇൻ്റർനെറ്റ് നമുക്ക് വേണ്ടി വരും. അതൊക്കെയാണ് 5Gയിൽ വരുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ ടെക്നോളജി വന്നതെന്ന്, അല്ലേ? അപ്പം ആദ്യം നമ്മൾ സയന്റിസ്റ്റ്, അദ്ദേഹം ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് ടെലിഗ്രാഫി ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആൽഫ്രഡ്, സെക്കൻഡ് നെയിം എനിക്ക് ഓർമ്മയില്ല, ആൽഫ്രഡ് വെയിൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് മോഴ്സ് കോഡ് കണ്ടുപിടിച്ചു. പിന്നീട് ഗ്രഹാം ബെല്ല് ഫോൺ കണ്ടുപിടിച്ചു. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു, മാർക്കോണി എന്ന് പറയുന്ന സയന്റിസ്റ്റ് വയർലെസ് ആയിട്ട്, ഇത് നേരത്തെ പറഞ്ഞ വയേർഡ് ആയിരുന്നു, വയർലെസ് ആയിട്ട് 3.2 കിലോമീറ്റർ മോഴ്സ് കോഡ് ട്രാൻസ്മിറ്റ് ചെയ്തു. അതിന് കുറച്ച് ശേഷം നമുക്കെന്താ, മാർട്ടിൻ കൂപ്പർ, മോട്ടറോളയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ മാർട്ടിൻ കൂപ്പർ ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ്, 2 ഡയറക്ഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് കണ്ടുപിടിച്ചു. ഇതൊക്കെയാണ് 0th ജനറേഷൻ വരിക. ഫസ്റ്റ് ജനറേഷനിൽ നിപ്പോൺ NTT എന്ന് പറയുന്ന ഒരു കമ്പനി ഫസ്റ്റ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു. അത് വോയിസ് മാത്രമായിരുന്നു, ഫ്രീക്വൻസി സ്വിച്ചിങ് ആണ് അനലോഗ് സ്വിച്ചിങ് ആണ് ഉപയോഗിച്ചത്. FM ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്തത്. അതിൻ്റെ കുറേ വോയിസ് മാത്രമേ അതിന് പറ്റുണ്ടായിരുന്നുള്ളൂ, റോമിങ്ങും അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. സെക്കൻഡ് ജനറേഷൻ വരുമ്പോൾ GSM CDMA എന്ന് പറയുന്ന 2 ടെക്നോളജി വന്നു. ഇന്റർനെറ്റ് വന്നു. ഇന്റർനെറ്റ് 64 kbps വരെ മാക്സിമം ഉണ്ടായിരുന്നു സ്പീഡ്. SMS ഇമെയിൽ അയക്കാൻ പറ്റി, പക്ഷേ ഡാറ്റ റേറ്റ് വളരെ കുറവാണ്. ഇതിനുശേഷം 2.5ഉം 2.75ഉം വന്നു. കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് വേർഷനായി 473 kbps ഒക്കെ സ്പീഡ് വന്നു. അതിനുശേഷമാണ് തേർഡ് ജനറേഷൻ വരുന്നത്. ഇപ്പോൾ ഒരേ സമയം എന്താ പറയുക, നമുക്ക് കൂടുതൽ ഡാറ്റ, അതായത് വീഡിയോ കോളിംഗ് വന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ പോസിബിളായി. വെബ് ബ്രൗസിങ്, TV സ്ട്രീമിംഗ് ഒക്കെ 3Gയിൽ വന്നു. പക്ഷെ ഒരേ സമയം ഇന്റർനെറ്റും ഫോണും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. 4G വന്നപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് കഴിഞ്ഞു, ഡാറ്റ സ്പീഡ് കൂടി. പക്ഷേ LTE അല്ലേ, LTE എന്ന് പറയുന്ന വേർഡാണ് 4G വരുമ്പോൾ ഇമ്പോർട്ടൻറ്റ്. ലോങ് ടേം ഇവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ടേമിനെ ബേസ് ചെയ്തിട്ടാണ് 4G വന്നത്. അതിനുശേഷമാണ് 5G എന്ന് പറയുന്നത്. അപ്പോൾ 5G മെയിനായിട്ടും മീൻ ചെയ്യുന്നത് ഹൈ ഡാറ്റ സ്പീഡ് പ്ലസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ള രീതിയിലാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നാളെ മുതൽ നമുക്ക് അടുത്ത ക്ലാസ് കുറച്ച് തുടങ്ങാം. FM ഉം AM ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും പ്രസൻ്റ് ആണ്. ഓക്കെ, ബൈ.